അടുത്ത ദിവസത്തെ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഗായ്സ് ഇന്ന് ഷോപ്പിംഗ് തന്നെയാണ് പോണത്. അപ്പം നാട്ടിൽ നിന്ന് ഏട്ടൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ഏട്ടൻ്റെ കൂടിയാണ്. ഇതിൻ്റെ സ്വന്തം ഏട്ടൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് സ്വന്തമാണല്ലോ അല്ലേ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഏട്ടൻ്റെ കൂടിയാണ്. അപ്പോൾ ഇത് ആരാന്നൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ജേണി. അപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ചെടുത്ത മാതിരിക്ക് തോന്നുന്നു. കുറേ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ലോങ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഞങ്ങളിപ്പോൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കൊടുത്ത ആ റെഡ് ഗൗൺ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് അടിക്കാൻ കൊടുത്തതായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കണമെങ്കിൽ അവിടേക്ക് തന്നെ പോകണം. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഷോപ്പിംഗ് ആവാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ. അപ്പം ഈ ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾക്ക് ഫുഡ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. ഞാൻ കുറേ ആയി നാട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്. എനിക്ക് നാട്ടിലത്തെ ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരള ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഏട്ടൻ പുട്ടാന്ന് തോന്നുന്നു. ഞാൻ പൊറാട്ടയാണ്, കേരള പൊറാട്ടയും നാടൻ ചിക്കൻ കറിയായിരുന്നു. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും കട്ടയ്ക്ക് കൂടി ഉണ്ടാവും. പിന്നെ ഭയങ്കര എനിക്കറിയില്ല, അത് പറഞ്ഞുതരേ. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പിന്നെ ഏട്ടൻ രാവിലെയാണ് ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് എത്തിയത്. ഒരു 8 മണി ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിച്ചത്. പിന്നെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഞാൻ ഏട്ടാ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നോർമലി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മിറർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ബാക്ക് ക്യാമറയിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഫിൽറ്റർ എന്തോ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ്സ് ഇത്രയും ഒരു ഇതില്ല. ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ കുറച്ചൊരു ഒരു എനിക്കറിയില്ല അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് തന്നെ. അപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് കറക്റ്റ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് കൊമേഴ്ഷ്യലായതുകൊണ്ട് തന്നെ ഓട്ടോന് പോയിട്ട് പിന്നെ ഐ തിങ്ക് ഞങ്ങൾ മെട്രോയിലാണ് പോയെന്ന് തോന്നുന്നു. ഓക്കെ, മെട്രോയിൽ തന്നെയാണ് പോയത് ഗൈസ്, മറന്നുപോയി. ഓക്കെ, അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇങ്ങനെ എൻ്റെ ഏറ്റവും സുന്ദരനല്ലേ ഗൈസ്, എനിക്കറിയില്ല, വെറുതെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഗായ്സ് പോകുമ്പോൾ ഭയങ്കര തിരക്കൊന്നും നിൽക്കാൻ പോലുള്ള സ്ഥലമില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഏട്ടൻ്റെ നല്ല രസമുണ്ടായപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വിചാരിച്ചു. എനിക്ക് ഇടയ്ക്ക് ഏട്ടൻ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും, ഇടയ്ക്ക് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. ഏട്ടൻ്റെ ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ കല്യാണത്തിന് അടുപ്പിച്ചിട്ടായപ്പം പിന്നെ അധികം ഷോപ്പിംഗ് നീക്കലും ഉണ്ടാവുക. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഷോപ്പിംഗ് വ്ളോഗായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി അല്ലാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോപ്പിംഗ് വ്ളോഗാണ് അടുപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അതൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഏട്ടൻ വെറുതെ കുറച്ച് വീഡിയോസ് എടുത്തു തന്നു. പിന്നെ ഞാൻ ഇതിൽ റിസപ്ഷൻ ഡ്രസ്സ് നോക്കാനാണ് മെയിനായിട്ട് പോയത്. റിസപ്ഷൻ ഡ്രസ്സിൽ ഞാൻ ഫോക്കസ് കൊടുക്കുന്നത് സ്കൈ ബ്ലൂ ആണ് ഞങ്ങളെ തീം വരുന്നത്. അപ്പോൾ ഞാൻ സ്കൈ ബ്ലൂ ലെഹങ്ക തന്നെയാണ് നോക്കിയത്. അപ്പോൾ അത് എനിക്ക് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോൾ സ്റ്റുഡിയോ കണ്ടു. അപ്പോൾ സ്റ്റുഡിയോന്ന് ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഞാൻ 2 ലിപ്സ്റ്റിക്കായിട്ട് എടുത്തു തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ട് എടുത്തതല്ല ഗൈസ്, ഏട്ടൻ തന്നെ എടുത്തതാണ്. അതുകൊണ്ടാണ് അതിൻ്റെതായ ഒരു ഇത്. എനിക്കറിയില്ല ഏട്ടൻ വീഡിയോ എടുക്കുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ പോയപ്പോൾ ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇനിയാണോ വീഡിയോ ഷൂട്ട് ചെയ്തത് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇവിടേക്ക് കുറേ ആൾക്കാർ പോയിട്ട് അവിടേക്കാണ് ഫോക്കസ് പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സിങ്ങിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കി. വെറുതെ ചുമ്മാ നോക്കിയതാണ് എന്തെങ്കിലും എടുക്കണോ എന്നുള്ള രീതിയിൽ. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞങ്ങൾ കുറേ നോക്കി കളിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ ഏട്ടൻ്റെ വക ക്യാപ്ചർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കറിയില്ല ഈ വീഡിയോസൊന്നും ഏട്ടൻ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ പോയപ്പോൾ 2 ലിപ്സ്റ്റിക്ക് മാത്രമാണ് പർച്ചേസ് ചെയ്തതെന്ന്. പിന്നെ അവിടെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ജ്യൂസ് കുടിക്കാൻ പോയി. ഞാൻ വാട്ടർ മെലനും ഏട്ടൻ മുസംബി എന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ് ജ്യൂസ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ എടുത്ത സ്കൈ ബ്ലൂ ലെഹങ്ക ഇതാണ്. പക്ഷേ ഇത് വീഡിയോയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്കൈ ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് കേട്ടോ. ഇതെന്തോ ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നു.
അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ റിസപ്ഷന് ഡ്രസ്സ് ഇടുമ്പോൾ കാണാമല്ലോ. അപ്പോൾ ഏതായാലും എനിക്കും റിസപ്ഷനുള്ളത് ഇവിടെ നിന്ന് എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഏട്ടനും റിസപ്ഷനുള്ളത് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മാച്ചിങ് ഉള്ളത് എടുക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ രണ്ടാളും വിചാരിക്കുന്ന സെയിം കളർ വേണ്ട, ലൈക്ക് കുറച്ച് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഏട്ടൻ്റെ കുറച്ച് കൂടി ലൈക്ക് ഡാർക്ക് ഷെയ്ഡ് എൻ്റെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനത്തെ ഒരു തീമിലേക്ക് കൊണ്ടുവരാമെന്ന്. അപ്പം ഞാൻ ഒരു കോട്ട് സൂട്ടായിരുന്നു ഞങ്ങൾ എടുത്തത്. അത് കാണിക്കാം കേട്ടോ, വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൽദീൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് തൃപ്തിയായിട്ടില്ല. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ ഈ സമയമായപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്ന അവിടെ ഒരു സോഫ ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ മുന്നിൽ മിറർ ഉണ്ടായപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ലൈക്ക് ഇന്ത്യ റിസപ്ഷൻ ഡ്രസ്സ് ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കും ഞങ്ങൾ പോയി. ഞങ്ങൾ ഫുഡ് എനിക്ക് തോന്നുന്നു സ്പൈസി ചിക്കൻ ലൈക്ക് അങ്ങനെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ ചെയ്തതില്ല ഗൈസ്, സോറി. മുന്നെടുത്ത വീഡിയോ ആയതുകൊണ്ടേ അതൊന്നും ഓർമ്മയില്ല. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെ ചിക്കൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നുന്നു. ഇതാണ് ചിക്കൻ്റെ വീഡിയോ. ഇത്രയും എടുക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഇത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുക, അപ്പോൾ അതിൻ്റെതായ ലൈക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാട്ടോ ഗൈസ്, സോറി, ക്ഷമിക്കുക എല്ലാവരും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഇത് ഇവരുടെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ടുള്ള പ്രൈസിലാണ് ഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കോട്ട് എടുത്തത്. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്ത കോട്ട് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ചിലപ്പം കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് ഇട്ടോക്കിയ കോട്ട്, ഇത് രണ്ടാമത് ഇട്ടോക്കിയ കോട്ട്, മൂന്നാമത് അവിടെ ആ ഒരു ചേച്ചി കണ്ടോ കയ്യിൽ വെച്ചൊരു കോട്ട്, ആ കോട്ടാണ് ഞങ്ങൾ എടുത്തത് റിസപ്ഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ജ്യൂസും എന്തൊക്കെയോ സ്നാക്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു. കാരണം ഇപ്പം തന്നെ ഒരുപാട് ടയേർഡായി. ഇനിയിപ്പോൾ റിസപ്ഷൻ്റെ ഡ്രസ്സ് മാത്രമേ ഇവിടെ നിന്ന് നോക്കുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നും തൃപ്തിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കോഴിക്കോട് വന്നിട്ട് ബാക്കി നോക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. തിരിച്ച് മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ ഞങ്ങൾ ടയേർഡായി. അപ്പം ഞാൻ ഏട്ടനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നോ ചെയ്തത്. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞു കുഴങ്ങി ക്ഷീണിച്ചതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി പി ജിയിലേക്കല്ല പോകണത്, നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെയാണ് നാട്ടിലേക്ക് വരുന്നത്. ഇനി കല്യാണം കഴിഞ്ഞിട്ടേ തിരിച്ച് ഇനി ബാംഗ്ലൂരിലേക്ക് വരുന്നുള്ളൂ. അപ്പം ഇനി കല്യാണത്തിൻ്റെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസിലൂടെ ലൈക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കല്ലേ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോണേ. താങ്ക് യു ഗൈസ് ആൻഡ് ലവ് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ്.